ഫലം പുറത്ത്. കേരള രാഷ്ട്രീയത്തിൽ വൻ തിരിമറിക്ക് സാധ്യതയുണ്ടെന്ന സൂചനകളുമായി ആക്സിസ് മൈ ഇന്ത്യയുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. സംസ്ഥാനത്ത് കടുത്ത മത്സരം നടന്നെങ്കിലും അവസാനം UDF വ്യക്തമായ മുൻതൂക്കം നേടി അധികാരത്തിലേക്ക് എത്തുമെന്നാണ് പ്രവചനം. സർവേ കണക്കുകൾ പ്രകാരം UDFന് 44% വോട്ടും LDFന് 39% വോട്ടും NDAക്ക് 14% വോട്ടുമാണ് ലഭിക്കാനിടയുള്ളത്. ഈ കണക്കുകൾ ശരിയാണെങ്കിൽ ഭരണവ്യവസ്ഥയിൽ കേരളം മാറ്റത്തിനാണ് സാക്ഷ്യം വഹിക്കുക. പ്രത്യേകിച്ച് യുവ വോട്ടർമാരുടെ ശക്തമായ പിന്തുണയാണ് UDFന് അനുകൂലമായ പ്രധാന ഘടകമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കന്നി വോട്ടർമാരിൽ 51% പേർ UDFനെ പിന്തുണച്ചെന്നാണ് പ്രവചനം. മുൻ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇത് 13% വർധനമാണ്. അതേസമയം LDFന് ഈ വിഭാഗത്തിൽ ഗണ്യമായ ഇടിവ് രേഖപ്പെടുത്തിയതായും റിപ്പോർട്ടുകൾ പറയുന്നു. 20 മുതൽ 29 വയസ്സുവരെയുള്ള യുവജന വിഭാഗത്തിലാണ് UDFന് ഏറ്റവും വലിയ പിന്തുണ ലഭിച്ചതെന്ന് സർവേ വ്യക്തമാക്കുന്നു. മറുവശത്ത് മുതിർന്ന പൗരന്മാരുടെ വിഭാഗത്തിൽ മാത്രമാണ് LDFന് നേരിയ മുൻതൂക്കം നിലനിർത്താനായതെന്ന് വിലയിരുത്തപ്പെടുന്നു. ഭരണവിരുദ്ധ വികാരവും യുവജനങ്ങളിൽ സ്വാധീനം കുറയുന്നതും LDFന് തിരിച്ചടിയായതാണ് സർവേ സൂചിപ്പിക്കുന്നത്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിവിധ ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ കൂടുതലും ഭരണത്തിലെത്തുമെന്ന് തന്നെയാണ് പ്രവചിക്കുന്നത്. വിവിധ ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലം ഇങ്ങനെയാണ്. ടൈംസ് നൗ എക്സിറ്റ് പോൾ പ്രകാരം UDF 78 മുതൽ 85 വരെയും LDF 56 മുതൽ 66 വരെയും NDA 2 മുതൽ 3 വരെയും സീറ്റ് നേടാം. ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ പ്രകാരം LDF 49 മുതൽ 62 വരെയും UDF 78 മുതൽ 90 വരെയും NDAക്ക് 3 സീറ്റ് വരെയും കിട്ടാം. ICPL എക്സിറ്റ് പോൾ അനുസരിച്ച് LDF 58 മുതൽ 70 വരെയും UDF 63 മുതൽ 74 വരെയും NDA 2 മുതൽ 5 വരെയും സീറ്റ് നേടും. എന്നാൽ PMARQ എക്സിറ്റ് പോൾ ഫലം പറയുന്നത് LDF 62-69, UDF 71-79, BJP 1-4 എന്നാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏപ്രിൽ 29-നായിരുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നത്. ദേശീയ മാധ്യമങ്ങളും വിവിധ ഏജൻസികളും അന്ന് LDFന് തുടർഭരണം പ്രവചിച്ചിരുന്നു. പിന്നീട് വോട്ടെണ്ണൽ ഫലം വന്നപ്പോൾ ആ പ്രവചനങ്ങൾ ശരിവെക്കപ്പെട്ടിരുന്നു. സാധാരണ സർവേകളേക്കാൾ എക്സിറ്റ് പോളുകൾക്ക് കൂടുതൽ വിശ്വാസ്യത ഉണ്ടെന്ന ധാരണ നിലനിർത്തുന്നതിനാൽ ഇന്നത്തെ ഫലങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ഏറെ ആവേശത്തോടും ഉത്കണ്ഠയോടും കാത്തിരിക്കുന്നതാണ്. 2021-ലെ 11 എക്സിറ്റ് പോൾ ഫലങ്ങളിൽ 6ഉം LDFന് അനുകൂലമായിരുന്നു. 84-92, 104-120, 93-111, 72-79, 72-80, 71-77 എന്നിങ്ങനെയായിരുന്നു ആ പ്രവചനങ്ങൾ. വോട്ടെണ്ണിയപ്പോൾ 99 സീറ്റുമായി LDF അധികാരം നിലനിർത്തി. 11 മുതൽ ഒരു എക്സിറ്റ് പോളിൽ മാത്രമാണ് UDF മുന്നിലെത്തിയത്. ബാക്കി 4ഉം പ്രവചിച്ചത് ഒപ്പത്തിനൊപ്പമുള്ള മത്സരവും അത് നേരിയ വിജയവുമായിരുന്നു. NDA സംബന്ധിച്ച കണക്കുകൂട്ടലിൽ പക്ഷേ മിക്കതും പിഴച്ചു. 4 എക്സിറ്റ് പോളുകൾ 0-2 സാധ്യത പ്രവചിച്ചത് ഒഴിച്ചാൽ NDAക്ക് ഉറപ്പായും സീറ്റ് ലഭിക്കുമെന്ന സാധ്യതയാണ് മറ്റെല്ലാ എക്സിറ്റ് പോളുകളിലും ഉണ്ടായിരുന്നത്. ഒരു എക്സിറ്റ് പോൾ NDAക്ക് 2 മുതൽ 7 സീറ്റ് വരെ പ്രവചിച്ചു. വോട്ടെണ്ണിയപ്പോൾ പക്ഷേ 2016-ൽ തുറന്ന അക്കൗണ്ട് BJPക്ക് പൂട്ടേണ്ടി വന്നു. ഇത്തവണ വോട്ടെടുപ്പിന് മുമ്പ് പുറത്തു വന്ന സർവേ ഫലങ്ങൾ സമ്മിശ്രമായിരുന്നു. LDFനും UDFനും സാധ്യത കൽപ്പിക്കപ്പെട്ടു. ചിലതിൽ ഒപ്പത്തിനൊപ്പമുള്ള മത്സരവും പ്രവചിക്കപ്പെട്ടു. സർവേകൾ ആർക്കും വ്യക്തമായ സാധ്യത നൽകാതെ ഈ സാഹചര്യവും എക്സിറ്റ് പോളുകളെ സംബന്ധിച്ച് ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നു. കേവല ഭൂരിപക്ഷത്തിന് വേണ്ട സീറ്റുകളോട് കടന്നുകൂടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് LDF. ഭേദപ്പെട്ട വിജയം തൊട്ടടുത്തെത്തിയെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. ഏതാനും സീറ്റുകളിൽ ജയിച്ചു വരുമെന്ന് BJPയും വിശ്വസിക്കുന്നു. അതിനിടെ പോൾ ഡയറിയും PMARCും പുറത്തുവിട്ട എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുസരിച്ച് ബംഗാളിൽ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിനെ അട്ടിമറിച്ച BJP അധികാരത്തിലെത്തുമെന്നാണ് റിപ്പോർട്ട്. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിട്ടത്. ഇതിൽ PMARC പുറത്തുവിട്ട പ്രവചന കണക്കുകൾ പ്രകാരം BJPക്ക് 150 മുതൽ 175 വരെ സീറ്റുകൾ ലഭിച്ചേക്കും. ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിന് 118 മുതൽ 138 വരെ സീറ്റുകൾ. മാട്രിക്സ് പ്രവചന പ്രകാരം BJPക്ക് 146 മുതൽ 161 വരെ സീറ്റുകളും TMCക്ക് 125 മുതൽ 140 വരെ സീറ്റുകളും 6 മുതൽ 10 വരെ സീറ്റുകൾ മറ്റു പാർട്ടിക്കും. പോൾ ഡയറി പുറത്തുവിട്ട പ്രവചന കണക്കുകൾ പ്രകാരം 142 മുതൽ 171 വരെ സീറ്റുകൾ BJP, 99 മുതൽ 127 വരെ സീറ്റുകൾ TMC. ഒരു സീറ്റാണ് മറ്റുള്ളവർക്ക് പ്രവചിക്കുന്നത്. പല ഘടകങ്ങൾ വോട്ടർമാരെ സ്വാധീനിച്ചിരിക്കാമെന്ന വിലയിരുത്തലും ഇതോടൊപ്പം ഉയരുന്നു. ഇതിന്റെ ഫലമായി ദീർഘകാലമായി സംസ്ഥാനത്ത് ശക്തമായ നിലപാടിൽ തുടരുന്ന ഭരണകക്ഷിക്ക് കനത്ത വെല്ലുവിളി നേരിടേണ്ടി വരുമെന്നതും ഈ സർവേ സൂചനകൾ കാണിക്കുന്നു.